ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഹാപ്പി വൈബ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? കുറേ ആളുകളൊക്കെ വളരെ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവും. കുറച്ച് ആളുകളൊക്കെ ഇതേ ഞങ്ങളെപ്പോലെ പഠനത്തിൽ ഉഴപ്പിക്കൊണ്ട് നടക്കുന്നുണ്ടാവും. ഉഴപ്പന്മാർക്കും ഉഴപ്പികൾക്കും വേണ്ടിയിട്ട് പറയുകയാണ്, നന്നായിട്ട് തന്നെ പഠിക്കുക. അവസരങ്ങൾ എന്നും കിട്ടിയെന്ന് വരില്ല, അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതുതായിട്ട് PSCയിലോട്ട് വരുന്നവർക്കുള്ള ഒരു കുട്ടി വീഡിയോ ആണ്. അതായത് നമുക്ക് എങ്ങനെ എക്സാം എഴുതാം അല്ലേ. നമുക്ക് എക്സാം ഓടിപ്പോയിട്ട് നമ്മുടെ സ്കൂളിൽ എക്സാം എഴുതുന്ന പോലെ ഓടിപ്പോയിട്ട് നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല അല്ലേ. ഇതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാം ഹാൾ ടിക്കറ്റ് വരണമെങ്കിൽ, എക്സാം എഴുതാൻ നമ്മൾ എലിജിബിൾ ആവണമെങ്കിൽ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? കേരള PSCയുടെ പേജിൽ എന്ത് ചെയ്യണം? നമുക്കൊരു പ്രൊഫൈൽ അല്ലേ, നമുക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ പ്രൊഫൈൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ജനസേവാ കേന്ദ്രം, അക്ഷയ കേന്ദ്രം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അല്ലേ. നമ്മുടെ ID കാർഡ്, മീൻസ് ഐഡൻറ്റിറ്റി കാർഡ്, പിന്നെന്താ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് നമുക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്കൊരു എക്സാം എഴുതണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു കേരള PSC പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആ പ്രൊഫൈൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മൾ പ്രൊഫൈലിലേക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം കേരള PSCയുടെ നോട്ടിഫിക്കേഷൻസ് വരുന്നത് അല്ലേ, ഈ പ്രൊഫൈലിലൂടെയാണ് നമുക്കറിയാൻ പറ്റുക. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റില്ലേ. ഒരുപാട് ചാനലുകൾ വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻസ് വരുന്നതിൻ്റെ കൂടെ നമ്മൾ ചുമ്മാ അപ്ലൈ ചെയ്ത് ഇട്ടാൽ മാത്രം പോരാ. നമ്മൾ എന്ത് ചെയ്യണം? സിലബസ് അല്ലേ, സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം അല്ലേ. നോട്ടിഫിക്കേഷൻ്റെ കൂടെ എന്തും കൂടെ വരും? സിലബസ് വരും. അത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഈ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് സിലബസ് കിട്ടിക്കഴിഞ്ഞാൽ ഒബിയസ്ലി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. ഇതിലൊരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കാനുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മൾ മുന്നേ കൂട്ടി പഠിക്കണം. കാരണം ഇപ്പോൾ റീസെൻ്റായിട്ട് കുറേ വർഷങ്ങളായിട്ട് PSC നോട്ടിഫിക്കേഷൻ വന്ന് വളരെ ചുരുങ്ങിയ സമയത്തിൽ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എക്സാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അതായത് നോട്ടിഫിക്കേഷനൊക്കെ വന്ന് ഏകദേശം ഒരു 3 മാസം 4 മാസത്തിനുള്ളൊക്കെ കൺഫർമേഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പോൾ കൺഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതിനിടയിൽ വരുന്നൊരു പ്രോസസ്സാണ് കൺഫർമേഷൻ കൊടുക്കുക എന്നുള്ളത്. ഈ പറയുന്ന പോലെ കൺഫർമേഷൻ കൊടുക്കാനുള്ള തീയതിയൊക്കെ കേരള PSC കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പുറത്തുവിടും. അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച് കൃത്യമായിട്ട് കൺഫർമേഷൻ കൊടുക്കണം കേട്ടോ. കാരണം കൺഫർമേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഹാൾ ടിക്കറ്റ് വരില്ല. നമ്മൾ എക്സാമിന് അപ്ലൈ ചെയ്തു എന്ന് വെച്ച് ഇവിടെ സുഖമായിട്ടിരുന്ന് പഠിക്കുന്നുണ്ടാവും. പലരും കൺഫർമേഷൻ കൊടുക്കാൻ മറന്നു പോകുന്ന ഒരുപാട് കേസുകളുണ്ട്, ഒരുപാടുണ്ട്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആൾക്കാർ കൺഫർമേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ പാടില്ല. ഒരിക്കലും മറക്കാതെ കൊടുക്കേണ്ടതെന്നാണ് കൺഫർമേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഹാൾ ടിക്കറ്റ് വരില്ല, നമുക്ക് എക്സാം എഴുതാൻ പറ്റാതെ പോകും കേട്ടോ. അത് കഴിഞ്ഞ് കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞ് എക്സാം ഡേറ്റിന് കുറച്ച് മുന്നായിട്ടാണ് നമുക്ക് ഹാൾ ടിക്കറ്റ് വരിക. അപ്പോൾ ഹാൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹാൾ ടിക്കറ്റ്, ഏതെങ്കിലും ഒരു ID പ്രൂഫ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ എക്സാമിന് പോകേണ്ടത്. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു PSC എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് കേട്ടോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വലിയൊരു ലോകം തന്നെ ഉണ്ട്. അതായത് ഈ PSC എന്ന് പറയുന്ന അങ്കത്തട്ടിലെ വലിയൊരു വലിയ മത്സരമാണ്. അതൊക്കെ ഇതിൻ്റെ പുറകു വശത്തുള്ള കാര്യങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾക്കൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ നമുക്കൊരു എക്സാം എഴുതാം എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പുറകിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച് നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല രീതിയിൽ മത്സരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരോടൊപ്പം മത്സരിച്ച് നമ്മൾക്ക് ജോലി കിട്ടണം എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അതിലേക്ക് അങ്ങനെ എത്താനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട്. അതെല്ലാം പടിപടിയായി ക്ലിയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ഒരു സ്വപ്നം നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോരോ ഉദ്യോഗാർത്ഥികളും തയ്യാറെടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ടാറ്റാ ബൈ ബൈ, സീ യു.